ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ചാണ്. പെരുവനം ഗ്രാമത്തിലെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. തൃശ്ശൂർ എന്ന നാട് ഉണ്ടാകുന്നതിന് മുൻപേ ആറാട്ടുപുഴ പൂരം ഉണ്ടായിരുന്നു. 108 ക്ഷേത്രങ്ങൾ ചേർന്ന പൂരം. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം. കൃത്യമായി പറഞ്ഞാൽ 1400 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പൂരം. ദേവസംഗമം എന്നാണ് ആറാട്ടുപുഴ പൂരത്തെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞിരുന്നത്. 1781 ആണ്ടിൽ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ കൊച്ചി രാജ്യത്തിന്റെ രാജാവായി അധികാരമേറ്റു. തമ്പുരാൻ ഈ പേര് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവണമെന്നില്ല. ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരായി ആരുമില്ല. കൊച്ചി രാജ്യം കണ്ട ഏറ്റവും കരുത്തുറ്റ തമ്പുരാനായിരുന്നു അദ്ദേഹം. 1796 മീനമാസത്തിലെ പൂരനാളിൽ ആറാട്ടുപുഴ പൂരം നടക്കുന്നു. തൃശ്ശൂർ പേരൂർ ഭാഗത്ത് നിന്ന് എത്തേണ്ട സംഘങ്ങൾക്ക് കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല. കാരണം അന്ന് നല്ല കാറ്റും മഴയും ശക്തമായി ഉണ്ടായിരുന്നു. കാറ്റിലും മഴയിലും പെട്ട് പാറമക്കാവ്, തിരുവമ്പാടി, കാരമുക്ക്, ചെമ്പൂക്കാവ്, ലാലൂർ, ചൂരക്കൊട്ടുകാവ്, അയ്യന്തോൾ, നെയ്തലക്കാവ്, കണിമംഗലം, കുട്ടനല്ലൂർ എന്നീ സംഘങ്ങൾക്ക് സമയത്തിന് ആറാട്ടുപുഴ എത്താൻ സാധിച്ചില്ല. ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് കയറി നിന്ന് അല്പം താമസിച്ചാണ് അവർ ആറാട്ടുപുഴയിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ചോദ്യങ്ങളുണ്ടായി. എന്താ വൈകിയേ? മഴ പെയ്തു. അപ്പോഴോ? കയറി നിന്നു. എവിടെ? ചക്കയാട്ടുന്ന ഒരു ക്രിസ്ത്യാനിയുടെ അവിടെ. എന്നാ പിന്നെ അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? പൊയ്ക്കൊള്ള, ഇനി ഇങ്ങോട്ട് വരണ്ട. പെരുവനം നാടുവഴി ഇവർക്ക് പ്രവേശനം നിഷേധിച്ചു. തുടർന്ന് ഇവരെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ചു. പ്രശ്നം ശക്തൻ തമ്പുരാന്റെ മുൻപിലെത്തി. സ്വാഭാവികമായും തമ്പുരാന്റെ ഒരു സ്വഭാവം വെച്ച് ഉറപ്പായും ദേഷ്യപ്പെടും. തമ്പുരാന്റെ ദേഷ്യം വേറെ ലെവലാണ്. തമ്പുരാൻ ആസ്ഥാന പണ്ഡിതന്മാരുമായി ചർച്ച നടത്തി. എന്തായാലും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം. ശക്തൻ തമ്പുരാൻ ഇതിനൊരു തീർപ്പ് കണ്ടെത്തി. അദ്ദേഹം അത് ഉത്തരവാക്കി പുറപ്പെടുവിച്ചു. ഇതാണ് ആ മാസ് ഡയലോഗ്. അടുത്ത വർഷം മേടമാസത്തിലെ പൂരം നാളിൽ വടക്കുന്നാഥനെ ആസ്പദമാക്കി 65 ഏക്കറിൽ പരന്നു കിടക്കുന്ന തേക്കിങ്കാട് മൈതാനിയിൽ 10 ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പൂരം. തൃശ്ശൂർ പൂരം. അതിനുവേണ്ടി എൻ്റെ ഭരണത്തിൻ്റെ എല്ലാ പിന്തുണയും ഞാൻ പ്രഖ്യാപിക്കുന്നു. 10 ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഒരു പൂരം. 2 സംഘങ്ങളായി തമ്പുരാൻ അവരെ തിരിച്ചു. പടിഞ്ഞാറ്, കിഴക്ക്. പടിഞ്ഞാറ് ഭാഗത്തുള്ളത് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, കണിമംഗലം ശ്രീ ശാസ്താവ് ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രം. നേതൃസ്ഥാനം തിരുവമ്പാടിക്ക്. കിഴക്ക് പാറമക്കാവ് ഭഗവതി ക്ഷേത്രം, ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രം, പനമുക്ക് ശ്രീ ശാസ്താ ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ നേതൃസ്ഥാനം തമ്പുരാൻ കൊടുത്തത് പാറമക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്. അങ്ങനെ പൂര ആചാരാനുഷ്ഠാനങ്ങൾ തമ്പുരാൻ ക്രാഫ്റ്റ് ചെയ്തു. കൊടിയേറ്റത്തോടുകൂടി തുടക്കം. കൊടിയേറ്റത്തിന് 10 ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കണമെന്ന് തമ്പുരാന് നിർബന്ധമുണ്ടായിരുന്നു. ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിന് വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം. തേക്കിൻകാട് മൈതാനം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ജനകീയമായ ഒരു ഉത്സവം വേണമെന്ന് ശക്തൻ തമ്പുരാന് ഒരാഗ്രഹമുണ്ടായിരുന്നു. തേക്കിൻകാട് മൈതാനത്ത് അലഞ്ഞു തിരിയുന്ന പശുക്കൾക്ക് കുടിക്കാൻ വെള്ളം സംഭരിക്കുന്നതിന് അദ്ദേഹം കുറെ കരിങ്കൽ തൊട്ടികൾ ഉണ്ടാക്കി. അത് വിയ്യൂരിൽ നിന്നും ആനകൾ കെട്ടിവലിച്ചു കൊണ്ടുവരുമ്പോൾ തിരുവമ്പാടി അമ്പലത്തിന് തൊട്ട് വടക്ക് വെച്ച് ആനകൾ പണിമുടക്കി. അദ്ദേഹം സ്ഥലത്ത് എത്തി നോക്കിയപ്പോൾ ജീർണിച്ച് കിടക്കുന്ന ഈ അമ്പലത്തെ കണ്ടു. ഉടനെ തന്നെ അത് പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആനകൾ പണി വീണ്ടും തുടങ്ങി എന്നാണ് ഐതിഹ്യം. തിരുവമ്പാടി കൃഷ്ണനോട് വല്ലാത്തൊരു അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ അഭിനിവേശത്തിന്റെ പുറത്ത് ഒരു ഉത്സവം തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് തിരുവമ്പാടി ആലോചിച്ചു. പക്ഷേ തിരുവമ്പാടി കൃഷ്ണന് വേണ്ടി ഉത്സവം തുടങ്ങുകയാണെങ്കിൽ ധ്വജാതി ഉത്സവമാണ് നടത്താൻ സാധിക്കുക. അതിൽ പൗരോഹിത്യത്തിന് പ്രാധാന്യം കിട്ടും.
നമ്പൂതിരിമാരുടെ അതിപ്രസരത്തെ ചോദ്യം ചെയ്ത് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തമ്പുരാൻ അതല്ല, പടഹാതി ഉത്സവമാണ് നല്ലതെന്ന് തോന്നി. തൃശ്ശൂരിലെ 2 ജനകീയ ക്ഷേത്രങ്ങളിലെ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും നന്മയ്ക്കാണെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം തിരുവമ്പാടിയെയും പാറമേക്കാവിനെയും വിളിച്ച് മത്സരാടിസ്ഥാനത്തിൽ പൂരം നടത്താൻ ആവശ്യപ്പെട്ടു എന്നും ഒരു ഐതിഹ്യമുണ്ട്. ഈ കൊടിയേറ്റം കഴിഞ്ഞ് ഒരു ചെറിയ വെടിക്കെട്ടോടുകൂടി പൂരം തുടങ്ങും. ഈ പൂര വിളംബരം നടത്തുന്നത് നെയ്തലക്കാവ് ഭഗവതിയാണ്. അത് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറന്നാണ് ഈ ഭഗവതി പൂരം വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഈ തെക്കേ ഗോപുര നടയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അത് വർഷത്തിൽ ഒരിക്കലേ അത് തുറക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ സാമ്പിൾ വെടിക്കെട്ടാണ്. അടുത്തത് ചമയ പ്രദർശനമാണ്. ചമയ പ്രദർശനം തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ ചമയത്തിന്റെ പ്രദർശനം നടക്കുന്നത് CMS സ്കൂൾ, അതായത് ചർച്ച് മിഷൻ സൊസൈറ്റി സ്കൂൾ, CMS സ്കൂൾ, തൃശ്ശൂർ റൗണ്ടിനോട് ചേർന്നുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ സ്കൂള്. പിന്നെ കൗസ്തുഭം ഹാളിലും ചമയ പ്രദർശനം നടക്കാറുണ്ട്. പാറമേക്കാവിൽ നടക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തന്നെ സ്ഥലം അഗ്രശാല. അഗ്രശാലയിലാണ് പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനം നടക്കുന്നത്. ചമയ പ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം, പിന്നെ കുടമാറ്റത്തിനുള്ള കൊടകൾ, ഇതൊക്കെ ഒരു എക്സിബിഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കും. കണിമംഗലം ശാസ്താവ് 6 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പോട് കൂടി തെക്കേ ഗോപുരം കടന്ന് വടക്കുന്നാഥനിലെത്തുമ്പോൾ പൂര ദിവസത്തിന്റെ തുടക്കമായി. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിസ്മയം അവിടെ തുടങ്ങുന്നു. പുറകെ പനമുക്ക് ശാസ്താവ് കിഴക്കേ ഗോപുരം കടന്ന് പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ പൂരം കിഴക്കേ ഗോപുരം കടന്ന് വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് പോകാതെ തെക്കേ ഗോപുരം വഴി ഇറങ്ങിപ്പോകുന്നു. ഇതുപോലെ കാരമുക്ക്, ലാലൂര്, ചുരക്കൂട്ടുകാവ് പൂര വിളംബരത്തിന് അനുമതി ചോദിച്ചു വന്ന് നെയ്തലക്കാവ് ഭഗവതിയാണ് അവസാനത്തെ ഘടകപ്പൂരം. പിന്നീട് മടത്തിൽ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് 3 ആനപ്പുറത്ത് തിരുവമ്പാടി കൃഷ്ണന്റെ കോലം ആലേപനം ചെയ്ത ഭഗവതി തിടമ്പോട് കൂടിയ തിരുവമ്പാടി ഭഗവതിയുടെ പൂരം നടപ്പാണ്ടി കൊട്ടി നായക്കനാലിൽ വന്ന്, അതായത് നായക്കനാലിൽ ചെന്ന് നായക്കനാലിൽ നിന്ന് എഴുന്നള്ളിച്ച് തെക്കേ മഠത്തിൽ, അതായത് ബ്രഹ്മസമുടം വന്ന് ഇറക്കി പൂജ കഴിഞ്ഞ് 11:30 ഏറ്റവും വലിയ വാദ്യമായ ദേവവാദ്യമായ പഞ്ചവാദ്യം ആരംഭിക്കും. അതാണ് ഈ മഠത്തിൽ വരവ്. താളവട്ടം കഴിഞ്ഞ് പതികാലം കഴിഞ്ഞ് സ്വരാജ് റൗണ്ടിൽ കയറുമ്പോൾ 7 ആനയാവും. നായക്കനാൽ പന്തലിലെത്തുമ്പോൾ 15 ആനയാവും. അവിടുന്ന് കിഴക്കോട്ട് അനിയന്മാരാരുടെ പാണ്ടിമേളം ആരംഭിക്കും. ഇത് പിന്നീട് വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് വരുന്നു. ഇതാണ് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്. പിന്നെ പാറമേക്കാവിന്റെ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഒരാനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പാറമേക്കാവ് അമ്മയുടെ ആ പൂരം പുറത്ത് എഴുന്നള്ളിച്ചു വരുമ്പോൾ 2 വശങ്ങളിലും 16 ആനകൾ ഉണ്ടാവും. ഇവിടെ ചെമ്പടമേളമാണ്. പെരുവനം കുട്ടന്മാരാരുടെ ചെമ്പടമേളം കഴിഞ്ഞ് പാണ്ടിമേളം ആരംഭിക്കും, അതായത് ഇലഞ്ഞിത്തറ മേളം. 15 ആനകളും അനേകം മേളകലാകാരന്മാരും കൂടി കിഴക്കേ ഗോപുരം കടന്ന് ഇലഞ്ഞിത്തറയിലെത്തുമ്പോൾ 2 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അനേകം മേളകലാകാരന്മാരും അണിനിരക്കുന്ന ആ ഇലഞ്ഞിത്തറ മേളം 4:30 വരെയാണ് ഈ മേളം നടക്കുക. പിന്നീടാണ് തെക്കോട്ടിറക്കം. തെക്കോട്ടിറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാറമേക്കാവ് ഭഗവതി തെക്കോട്ട് ഇറങ്ങുന്നു. പാറമേക്കാവ് ഭഗവതി സ്വരാജ് റൗണ്ടിലെ രാജപാതയിലൂടെ ശക്തൻ തമ്പുരാനെ വലം വെച്ച് തിരിച്ച് ഈ തെക്കോട്ടിറങ്ങിയ തെക്കേ ഗോപുര നടയ്ക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്നു. ഈ സമയം തിരുവമ്പാടി ഭഗവതി തെക്കോട്ടിറങ്ങി പാറമേക്കാവിന് ഓപ്പോസിറ്റായി നിൽക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും മുഖാമുഖം നിൽക്കുന്ന ഈ സമയത്താണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വർണ്ണവിസ്മയമായ കുടമാറ്റം ആരംഭിക്കുന്നത്. ജാതി നിറഭേദമന്യേ ഉണ്ടാകുന്ന പൂരം എന്നുള്ള ഒരു ആവിഷ്കാരം ഈ ഒരു കുടമാറ്റത്തെ ആസ്പദമാക്കിയാണ് ഉണ്ടായിരിക്കുന്നത്. അനേകം നിറങ്ങൾ അണിനിരക്കുന്ന കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കുടമാറ്റം 5 മണി ഒക്കെ ആവുമ്പോൾ ആരംഭിക്കും.
ഇത് ഒരു 7 മണി 7:30 അതുവരെ ഈ കുടമാറ്റം തുടരും. ഇതിനുശേഷം രാത്രിയിൽ ഘടകപൂരങ്ങൾ വീണ്ടും ആവർത്തിക്കും. പാറമേക്കാവിന്റെ പൂരം മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ പൂരം നായ്ക്കനാലിലും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആകാശപൂരമാണ്, വെടിക്കെട്ട്. ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് പൂരപ്രേമികൾ കാത്തിരിക്കുന്ന, ആകാശത്ത് തീർക്കുന്ന വർണ്ണവിസ്മയം നിറഞ്ഞ വെടിക്കെട്ട്. വെടിക്കെട്ട് കഴിഞ്ഞ് പിന്നീട് പകൽപൂരം. അതാണ് തൃശ്ശൂർക്കാർക്ക് വേണ്ടി മാത്രമുള്ള പൂരം. പകൽപൂരങ്ങൾ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തിന് അടുക്കുന്നു. മേളം കലാശിക്കുന്നു. മേളം കലാശിച്ച ശേഷം പ്രകമ്പനം കൊള്ളിക്കുന്ന വെടിക്കെട്ടാണ് പകൽ വെടിക്കെട്ട്. ഇത് കഴിഞ്ഞാൽ ഭഗവതിമാർ തമ്മിൽ ഉപചാരം ചൊല്ലിപ്പിരിയും. പൂരപ്രേമികളുടെ കണ്ണ് നിറയിക്കുന്ന, എന്താ പറയാ, കണ്ണീരണിയിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഭഗവതിമാർ തമ്മിലുള്ള ഉപചാരം ചൊല്ലിപ്പിരിയും. തിരുവമ്പാടി ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും നേർക്ക് നേരെ നിന്ന് ഇനി അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് അടുത്ത വർഷം പൂരം നടക്കാനുള്ള തീയതിയുടെ അറിയിപ്പോട് കൂടി പൂരം സമാപിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവാം. അപ്പോൾ അത് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനത് അറിയാൻ ശ്രമിക്കാം. തിരിച്ചറിവ് എനിക്കും ഉണ്ടാവും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.